ഹായ് ഓൾ, വെൽക്കം ടു ഹാപ്പി സ്കൂൾ. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, SLC ഷുവർ A+ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ SSLC എക്സാം, പബ്ലിക് എക്സാമിന് ചോദിക്കാവുന്ന മാക്സിമം ചാൻസ് ഉള്ള, പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രി ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. So chapter 1, nomenclature of organic compounds and isomerism. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If a hydrogen atom in a saturated hydrocarbon is replaced by OH group, compound thus obtained is generally known as. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ ബോണ്ട് മാത്രം പ്രസന്റ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപ്പോൾ ആ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് OH ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കഹോൾ ആണ്. സോ നമുക്ക് കിട്ടുക എന്താണ്? ആൽക്കഹോൾ ആണ്. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് OH വരുമ്പോഴാണ് ആൽക്കഹോൾ കിട്ടുക. ഇപ്പോൾ കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഈതേഴ്സ് എന്നൊക്കെ പറയുന്നത് വേറെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതിന്റെ സഫിക്സും പ്രിഫിക്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ അത് വരും. ഓക്കെ, സോ ഇവിടെ ആൻസർ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്, അതിന്റെ നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം, COOH. COOH എന്തിന്റെ സഫിക്സ് ആണ്? കാർബോക്സിലിക് ആസിഡിന്റെ. OH എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്, നമുക്കറിയാം. CHO ആൽഡിഹൈഡ് ആണ്. C ഡബിൾ ബോണ്ടോ കീറ്റോൺ ആണ്. സോ എങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്? A2B4, A2B4, 1 3. ഓക്കെ, അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പൗണ്ട് ഇസ് ഒബ്റ്റെയിൻഡ് വെൻ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ അരോമാറ്റിക് കോമ്പൗണ്ട് C6H6 ഇസ് റീപ്ലേസ്ഡ് ബൈ COH ഗ്രൂപ്പ്. അപ്പൊ C6H6 എന്ന് പറഞ്ഞാൽ എന്താ? C6H6 എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആണ്, ബെൻസീൻ റിംഗ് ആണ്. അപ്പൊ ബെൻസീൻ റിംഗ് നമുക്കറിയാം അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് വരുന്ന ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ. അപ്പൊ ബെൻസീനിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം, അപ്പൊ ബെൻസീന്റെ എല്ലാ സൈഡിലും ഓരോ ഹൈഡ്രജൻ വീതം ഉണ്ട് അല്ലെ? 6 കാർബണിന് 6 ഹൈഡ്രജൻ ഉണ്ട്. ഇതാണല്ലോ മോളിക്കുലർ ഫോർമുല വരുന്നത്. ഒരു ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് COOH ഗ്രൂപ്പ് വരിക, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരിക. അപ്പൊ നമ്മൾ ഇതിനെന്താ വിളിക്കുക? അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുക ബെൻസനോയിക് ആസിഡ് ആണ്. ബെൻസനോയിക് ആസിഡ് ആണ്. ഇപ്പൊ ഒരു അലിഫാറ്റിക് കോമ്പൗണ്ട് മീൻസ് സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ അവിടേക്ക് ഇങ്ങനെ ഒരു ആളെ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ അവിടെ നമുക്ക് എക്സനോയിക് ആസിഡ് എന്ന് വിളിക്കാം. ബട്ട് ഹിയർ നമ്മൾ ബെൻസീനെ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെൻസോനോയിക് ആസിഡ് എന്നാണ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ കോമ്പൗണ്ട് ഇസ് 2. സ്റ്റേറ്റ്മെന്റ് 2, ദിസ് കോമ്പൗണ്ട് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഈതർ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെ വന്നിരിക്കുന്നത്? ഇതാണ്. അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ഇത് കീറ്റോൺ ആണ്. കാർബണൈൽ കോമ്പൗണ്ട് ഉള്ളിൽ വരികയാണെങ്കിൽ, ഇൻസൈഡ് ദ നമ്മുടെ റിംഗിലോ ചെയിനിലോ ഇൻസൈഡിൽ വരുവാണെങ്കിൽ, കാർബണൈൽ കോമ്പൗണ്ട് വരികയാണെങ്കിൽ, കാർബണൈൽ കാർബൺ വരുമ്പോൾ അത് കീറ്റോൺ ആണ്. അപ്പൊ കീറ്റോണിന്റെ പൊസിഷൻ ഇവിടെ എത്ര? അപ്പൊ എപ്പോഴും കീറ്റോണിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യുക. മീൻസ് എപ്പോഴും നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സെക്കൻഡ് പൊസിഷൻ ആണ് വരുന്നത്. അപ്പം ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ കോമ്പൗണ്ട് ഇസ് 2. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ദിസ് കോമ്പൗണ്ട് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഈതർ. ഇത് ഈതർ ആണോ? അല്ല, ഇതൊരു കീറ്റോൺ ഉള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് റോങ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആൽക്കോക്സി ഗ്രൂപ്പ് ആർ ജനറലി കോൾഡ്. ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ എന്താ വിളിക്കുക? ഈതർ. ROR ആണ് എന്ത്? ഈതറിന്റെ ജനറൽ ഫോർമുല. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ള ഇതാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഈതർ എന്നാണ് പറയുക. ROR ആണ് ജനറൽ ഫോർമുല. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ CH3OCH3, ഇതിനെന്താ വിളിക്കുക? ഡൈമീഥൈൽ ഈതർ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഡി ആണ്. ദാറ്റ് ഈസ് ഈതർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സഫിക്സ് ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ സഫിക്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എന്താ നിങ്ങൾ കാണുന്നത്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ഒരു ഡബിൾ ബോണ്ട് കാണുന്നുണ്ട് അല്ലെ? ഇവിടുത്തെ ഡബിൾ ബോണ്ട് ആണ് ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പറയാ? ENE എന്നാണ് പറയാം. അപ്പൊ നമ്മുടെ ഹൈഡ്രോ കാർബണില് CnH2n+2 ഫോം വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്താ വിളിച്ചത്? അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബൺ. അപ്പൊ ഇവരെല്ലാവരും നമ്മൾ ആൽക്കെയിൻ എന്നാണ് വിളിച്ചത്. അതേപോലെ CnH2n-2 ഇവരൊക്കെ ആരാണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതായത് ഇതിൽ ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പ്രസൻസ് ഉണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അവരെ വിളിച്ചത് ആൽക്കീൻ എന്നാണ്. ENE ആണ് അവിടുത്തെ സഫിക്സ് വരുന്നത്. ഇനി CnH2n-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉണ്ട്. അവരെ നമ്മൾ ആൽക്കൈൻ എന്നാണ് വിളിച്ചത്, YNE. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളത് ഡബിൾ ബോണ്ട് ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ENE ആണ് നമ്മളുടെ സഫിക്സ് ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദ ഗിവൺ ഹൈഡ്രോകാർബൺ? ഗിവൺ ഹൈഡ്രോകാർബണിലെ പൊസിഷൻ നമ്പർ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ പൊസിഷൻ, ഇപ്പൊ ഇവിടെ 2 ബ്രാഞ്ചാണ് വരുന്നത്, 2 മീഥൈൽ ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ എപ്പോഴും ഈ ബ്രാഞ്ചസിന് ലോവസ്റ്റ് പൊസിഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെ. ഇനി ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6. അപ്പൊ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 3ഉം 5ഉം ആണ് ബ്രാഞ്ചസ്. അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ 2ഉം 4ഉം ആണ് ബ്രാഞ്ചസ്. 2ഉം 4ഉം ആണ് ബ്രാഞ്ചസ്. ഓക്കെ, അപ്പൊ ഏത് നമ്പർ ചെയ്യുന്നതാണ്? മീൻസ് ലോവസ്റ്റ് ഏതിനാണോ കിട്ടുക അങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. മീൻസ് ഇതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ലോവസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ 3 + 5 8 കിട്ടുന്നത്, 2 + 4 6. അപ്പൊ നമ്മൾ നമ്പർ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടേക്കാണ്. ഓക്കെ, അതായത് നമ്മൾ നമ്പർ ചെയ്യേണ്ടത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ്. സോ ഓപ്ഷൻ 2 4 ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇങ്ങനത്തെ നമ്പറിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ലോവസ്റ്റ് സം റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള IUPAC നോമൻക്ലേച്ചർ ഉള്ള റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. While giving the IUPAC name of a compound containing CHO functional group, the word dash is added at the end of the name. End of the name CHO ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് സഫിക്സ് ആയിട്ട് കൊടുക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ CHO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിന്റെ സഫിക്സ് എന്താണ്? AL ആണ്. ആൽഡിഹൈഡിന്റെ പ്രിഫിക്സ് ആൽഡിഹൈഡ് എന്നും ആൽഡിഹൈഡിന്റെ സഫിക്സ് വരുമ്പോൾ AL തന്നെയാണ് നമ്മൾ കൊടുക്കുക. സോ ആൻസർ AL ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The following is an organic compound. This compound belongs to. ഈ കോമ്പൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ബെൻസീൻ റിംഗ് ആണ്. അപ്പൊ ബെൻസീൻ റിംഗ് ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണ്? ബെൻസീൻ റിംഗ് ഇസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An organic compound is given below: CH3O, CH2, CH2, CH3. Which of the following is considered as alkoxy group? Naming this compound. അപ്പൊ ഈ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ഏതാണ് ആൽക്കോക്സി ആയിട്ട് നോക്കുക. അപ്പൊ എപ്പോഴും ലോവസ്റ്റ് ആയിട്ട് വരുന്ന ആളും പിന്നെ ഫസ്റ്റ് ലൈൻ ഓക്സിജന്റെ കൂടെ വരുന്ന ആളെയാണ് നമ്മൾ ആൽക്കോക്സി ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നെയിം ചെയ്യുക. അപ്പൊ ഇവിടെ അതന്നെ നമ്മൾ ലെഫ്റ്റ് നിന്നാണ് നോക്കുക. ഓക്കെ, അപ്പം ഇവിടെ ലെഫ്റ്റ് നിന്ന് നോക്കുന്ന സമയത്ത് ഈ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. ഇവിടെ മീതോക്സി എന്നാണ് വരിക, അല്ലാണ്ട് ബൂട്ടോക്സി എന്നല്ല വരിക. മീൻസ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? ലോവസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ IUPAC നോമൻക്ലേച്ചറിൽ നെയിം ചെയ്യുക. സോ ഹിയർ ദിസ് ഇസ് എ മീതോക്സി ഗ്രൂപ്പ്. അപ്പൊ മീതോക്സി ബ്യൂട്ടൈൻ എന്നാണ് ഈ ഒരു ഈതറിന്റെ പേര് തന്നെ വരുന്നത്, IUPAC നെയിം വരുന്നത്. സോ മീതോക്സി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. CH3O, CH2, 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 CH3 is an example of ether. ഒരു ഈതർ ആണ്. എന്താണ്? മീതോക്സി ബ്യൂട്ടൈൻ ആണ്. ഇറ്റ്സ് ഫങ്ഷണൽ ഐസോമേഴ്സ് ആർ കീറ്റോൺ. ഓക്കെ, അപ്പോൾ ഇതൊരു ഈതർ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ROR എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫങ്ഷണൽ ഐസോമേഴ്സ് ആർ കീറ്റോൺ. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈതറിന്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ ആണ്. കീറ്റോണിന്റെ ഫങ്ഷണൽ ഐസോമർ ആൽഡിഹൈഡ് ആണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ,
ഇതൊക്കെ സിമ്പിൾ കൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല? സെയിം മോളിക്കുലർ ഫോർമുല ഉള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജനും നമ്പർ ഓഫ് കാർബണും നമ്പർ ഓഫ് ഓക്സിജനും നമ്മളിവിടെ കൗണ്ട് ചെയ്യണം. അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് എണ്ണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതാണ് അവരുടെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ നോക്കി എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. സോ C3. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 2 5, 5 + 1 6, C3H6O. ഇതാണ് ഫസ്റ്റത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കാം. 1 2 3 C3 3 2 5 5 2 7 7 8 H8O. അടുത്തത് C2 H6O. 1 2 3 C3 H6O. അപ്പോൾ ഇവിടെ C3H6O 2 ടൈം വന്നിട്ടുണ്ട്, റിപ്പീറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4 and 1. സോ 1 and 4 എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഐസോമർ പെയേഴ്സ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്? ഇതിൽ ഐസോമർ പെയേഴ്സ് വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ ഒരു ആൽക്കഹോൾ ആണ്. അപ്പോൾ ആൽക്കഹോളുമായിട്ട് ഐസോമറിസം കാണിക്കുന്ന ആളാരാണ്? കീറ്റോൺ ആണ്, അല്ലെ സോറി ഈതർ ആണ്. അപ്പോൾ ഇവിടെ ഈതർ ഉണ്ടോ നോക്കാം. ഓക്കെ, ഒരു ഈതറും ഉണ്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണോ നോക്കാം. അപ്പോൾ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ഡിഫറെന്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്, സോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ആൽക്കഹോൾ ആണ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ആൻ ഈതർ. ഇവ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല നോക്കാം. മോളിക്കുലർ ഫോർമുല നോക്കുന്ന സമയത്ത് C3H8O ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കുക C3H8O. അപ്പോൾ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുലയും സെയിം ആണ്. സോ ദേ ആർ ഫംഗ്ഷണൽ ഐസോമേഴ്സ്. അപ്പോൾ 1 and 4 ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ 1 and 4 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The IUPAC names of 4 compounds are given below. Which of these is not included in chain isomers with the molecular formula C5H12? C5H12 ആയിട്ട് ചെയിൻ ഐസോമർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ IUPAC names of 4 compounds. ഓക്കെ, 2,2-dimethyl propane. അപ്പോൾ നമുക്ക് ആദ്യം 2,2-dimethyl propane സ്ട്രക്ചർ വരച്ച് നോക്കാം. അപ്പോൾ പ്രൊപ്പൈൻ മീൻസ് എങ്ങനെ? ഫസ്റ്റ് നമ്മൾ പാരന്റ് ചെയിൻ ഏതാ നോക്കാം. അപ്പോൾ പാരന്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളല്ലേ. അപ്പോൾ പ്രൊപ്പൈൻ ആണ് ഇവിടുത്തെ പാരന്റ് ചെയിൻ. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊപ്പൈൻ വരയ്ക്കാൻ വേണ്ടി 3 കാർബൺ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2,2-dimethyl. അപ്പോൾ ഫസ്റ്റ് ഇപ്പൊ സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി ബാക്കി ഹൈഡ്രജന്റെ വാലൻസി ഫില്ല് ചെയ്യാം. ഇവിടെ 3 ഹൈഡ്രജനും കൂടി ഉണ്ടെങ്കിൽ കാർബണിന്റെ വാലൻസി 4 ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ കാർബണിന്റെ വാലൻസി 1 2 3 4 ഓൾറെഡി ഫിൽഡ് ആണ്. അപ്പൊ അവിടെ ഹൈഡ്രജന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെയും 3. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രക്ചർ 2,2-dimethyl propane. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കാം. C5H12 ആണോ നോക്കാം. 1 2 3 4 5 കാർബൺ ഉണ്ട്. 3 3 3. ഓക്കെ, അപ്പം H12 ആണ്. C5H12 കറക്റ്റ് ആണ്. ഇനി അടുത്തത് പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ നേരെയുള്ള 5 കാർബൺ ചെയിൻ. CH3 CH2 കാർബണിന്റെ വാലൻസി ഫില്ല് ചെയ്ത് കൊടുക്കുക. CH2 CH2 CH3. ഇതെങ്ങനെ 3 2 2 2. ഓക്കെ, C5H12 ഇതും മോളിക്കുലർ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത് 2-methyl pentane. അപ്പൊ പെൻറ്റെയിൻ ആണ് ഇവിടുത്തെ പാരന്റ് ചെയിൻ. അപ്പൊ 5 കാർബൺ വരയ്ക്കുക. എന്നിട്ട് സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇനി കാർബണിന്റെ വാലൻസി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ 6 കാർബൺ ആറ്റം പ്രസന്റ് ആണ്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 3 6 7 8 9 10 11 12 13 14. HC6H14 എന്നാണ് ഇവിടുത്തെ നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് C5H12 ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മോളിക്കുലർ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി 2-methyl pentane ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രക്ചർ വരയ്ക്കുക, എന്നിട്ട് മോളിക്കുലർ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, മീൻസ് സെയിം ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ 1 മാർക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following compound does not have the molecular formula C3H8O?
C3H8O എന്നുള്ള മോളിക്യുലർ ഫോർമുല ഇല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. അപ്പം ഇവിടെയും കുറെ സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ടാകും, നമ്മളിത് വരച്ചു നോക്കണം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് മീത്തോക്സി ഈഥെയ്ൻ ആണ്. മീത്തോക്സി ഈഥെയ്ൻ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടുക? CH3O. മീത്തോക്സി എന്ന് പറയുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ഓഫ് ഓക്സിജൻ, ഈഥെയ്ൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റം CH2 CH3. ഇതാണ് മീത്തോക്സി ഈഥെയ്ൻ. ഇതിൽ എത്ര ഇതിന്റെ മോളിക്യുലർ ഫോർമുല കൗണ്ട് ചെയ്യുക? C3 ആണ്, H8O കറക്റ്റ് ആണ്. ഓക്കെ, ഇനി പ്രൊപ്പാൻ 2ol. പ്രൊപ്പാൻ 2ol എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം, സെക്കൻഡ് പൊസിഷനിൽ ആൽക്കഹോൾ ഉണ്ട്, ബാക്കി കാർബണിന്റെ വാലൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും 3 4 5 6 7 8. അപ്പം C3H8O ഇതും കറക്റ്റ് ആണ്. അടുത്ത പ്രൊപ്പനാൽ. പ്രൊപ്പനാൽ എന്ന് പറയുമ്പോൾ CHO ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, CH3 CH2 3 2 5 6. C3H6 ആണ് ഇവിടെ വരുന്നത്, H6O. പ്രൊപ്പനാൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്മൾ പ്രൊപ്പാൻ 1ol കൂടെ വെറുതെ നോക്കാം. പ്രൊപ്പാൻ 1ol എന്ന് പറയുമ്പോൾ പ്രൊപ്പാൻ 3ol തന്നെ ഫങ്ഷണൽ ഐസോമർ മീൻസ് പൊസിഷൻ ഐസോമർ ആണ്. CH2 CH3 C3 2 4 5 6 7 8 H8O. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രക്ചറും വരച്ചു കഴിഞ്ഞ സമയത്ത് ഇവിടെ മാത്രമാണ് മോളിക്യുലർ ഫോർമുല ഡിഫറെന്റ് വന്നത്. സോ ഓപ്ഷൻ സി പ്രൊപ്പനാൽ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സാച്ചുറേറ്റഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ ചെയിൻ ആസ് എ ടോട്ടൽ ഓഫ് 6 കാർബൺ ആറ്റം ആൻഡ് എ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ സെക്കൻഡ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ചെയിൻ ഉണ്ട്, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട്, അതിൽ 6 കാർബൺ ആറ്റം ആണുള്ളത്, പിന്നെ അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട് ഒരു 6 കാർബൺ ചെയിൻ ആണ്, നമ്മളൊരു 6 കാർബൺ ചെയിൻ വരയ്ക്കാം. 3 4 5 6. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ബാക്കി കാർബണിന്റെ വാലൻസി ഫിൽ ചെയ്യുക 1 2 3. അപ്പൊ ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇതിന്റെ ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എന്ത് പറയാനാണ്? ഇതിന്റെ IUPAC നെയിം എങ്ങനെ നെയിം ചെയ്യാ? ഇതിന്റെ ബ്രാഞ്ചിന് സ്മോൾ നമ്പർ കിട്ടണം. അപ്പൊ 1 2 3 4 5 6. 2 methyl hexane. 2 methyl hexane ആണ് നെയിം വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 methyl hexane സ്ട്രക്ചർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, what is the correct position of the carbon containing the triple bond in the given compound? ഫസ്റ്റ് അല്ലെ, ഫസ്റ്റിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. ഓക്കെ, വാട്ട് ഇസ് ദ സഫിക്സ് ഓഫ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? സഫിക്സ് എന്താ വരിക? YN ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ ഈ നെയിം എന്താ വരുന്നത്? ഇതിന് ലൈക്ക് ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടണം. അപ്പം ബ്യൂട്ട് 1 YNE അല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ബ്യൂട്ട് 1 YNE, സഫിക്സ് YNE ആണ്, പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ പ്രൊപ്പൈൻ ഹൈഡ്രജൻ ആറ്റം ഇസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ ആറ്റം X, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് X ഫോംഡ് ഹിയർ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഒരു പ്രൊപ്പൈൻ, അത് നമ്മളൊരു പ്രൊപ്പൈൻ വരയ്ക്കാം. ഇതാണ് പ്രൊപ്പൈൻ. ഈ പ്രൊപ്പൈനിലെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു ക്ലോറിൻ ആറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ സ്ട്രക്ചേഴ്സാണ് കിട്ടുക? ഈ ക്ലോറിന് വരാൻ വേണ്ടിയിട്ട് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ വരാം. ഇതും ഫസ്റ്റ് പൊസിഷനിൽ മീൻസ് ടെർമിനൽ പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ മീൻസ് മിഡിൽ എവിടെയെങ്കിലും വരാം. അപ്പൊ ടെർമിനൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക?
അപ്പോൾ ഈ ഹൈഡ്രജൻ ആണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഈ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താലും ഈ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താലും സെയിം IUPAC സ്ട്രക്ചേഴ്സ് ആണ്. സോ CH3 CH2 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ക്ലോറിൻ വന്നേ. അപ്പോൾ CH2Cl. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? 1-chloropropene. ഇനി അതല്ല ഇന്റേണൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ വരും. CH എന്നാവും, ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ആവും, ക്ലോറിൻ വരും CH3. അപ്പൊ ഇതിനെന്താ നമ്മൾ വിളിക്കുക? 2-chloropropene. ഓക്കെ, അപ്പൊ രണ്ട് IUPAC സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് 1-chloropropene, മറ്റൊന്ന് 2-chloropropene. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. പോസിബിൾ സ്ട്രക്ചേഴ്സ് രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, 1-chloroയും 2-chloroയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the correct position number of the functional group in the above compound? Above compoundന്റെ കറക്റ്റ് പൊസിഷൻ, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? കീറ്റോൺ ആണ്. കീറ്റോണിന്റെ കറക്റ്റ് പൊസിഷൻ ഏതാ? സെക്കൻഡ് പൊസിഷൻ. വിച്ച് കാറ്റഗറി ഡസ് ഇറ്റ് ബിലോങ് ടു? കീറ്റോൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The IUPAC name of 4 compounds are given below. Methoxypropane, methoxypentane, ethoxyethane, ethoxypropane. Which of these are metamers? Write down their structural formula. First of all, നമ്മൾ എന്താണ് മെറ്റാമേഴ്സ് എന്ന് പറയുന്നത്? മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെറ്റാമേഴ്സ് ആർ കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല. അവർക്ക് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ്. ഐദർ സൈഡിൽ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും എന്നുള്ള ഇത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ദ ഐദർ സൈഡ്. ഇതിൽ ഏതൊക്കെയാണ് മെറ്റാമേഴ്സ് നോക്കാം. ഓരോരോ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കും. ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മീതോക്സി പ്രൊപ്പൈൻ ആണ്. ദാറ്റ് ഈസ് മീതോക്സി ഗ്രൂപ്പ്. അത് വരയ്ക്കാം. പ്രൊപ്പൈൻ CH2 CH2 CH3. ഇതാണ് മീതോക്സി പ്രൊപ്പൈൻ. ഇനി ബി സ്ട്രക്ചർ വരയ്ക്കാം. ബി എന്താ? മീതോക്സി പെൻറ്റൈൻ CH3O CH2 1 2 4 5. ഇനി ഈതോക്സി പ്രൊപ്പൈൻ. ഈതോക്സി ഈതോക്സി പ്രൊപ്പൈൻ ആണിത്. സോറി, ഇത് ഡി സ്ട്രക്ചർ ആണ്. സി സ്ട്രക്ചർ വരയ്ക്കാനുണ്ട്. ഈതോക്സി ഈഥൈൻ. ഈഥൈൻ ഓക്കെ, ഇതാണ് സ്ട്രക്ചേഴ്സ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് വരുന്നത് നോക്കാം. ഓക്കെ, എല്ലാത്തിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, കാരണം എല്ലാം ഈതേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ സെയിം മോളിക്കുലർ ഫോർമുല വരുന്നു. ഇത് ഓരോന്നിന്റെ മോളിക്കുലർ ഫോർമുല നോക്കാം. ഇതിന്റെ മോളിക്കുലർ ഫോർമുല വരുമ്പോൾ C4 3 3 6 7 8 9 10. C4H10O ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ C4H10O. ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6. C6 3 3 6 7 8 9 10 11 12 13 14. H14O. ഇവിടെ 1 2 3 4 5. C5 3 2 5 6 7 8 9 12. C5H12O. ഇവിടെ ആണെങ്കിൽ 1 2 3 4. C4 3 2 2 5 6 7 H10O. സോ ഇവിടെ സി സ്ട്രക്ചറിനും എ സ്ട്രക്ചറിനും സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പം അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ഇവർ രണ്ടുമാണ് വരുന്നത്, എയും സിയും. ഈ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ഐദർ സൈഡ് ആണോ നോക്കാം. അപ്പോൾ ഓക്സിജന്റെ അപ്പുറം ഇപ്പുറം ഇവിടെ എന്താ പറയുന്നത്? ഈഥൈൻ ആണ്. ഇവിടെ ഈഥൈൻ ആണ്. ഇവിടെ വരുമ്പോൾ ഓക്സിജന്റെ ഒരു സൈഡിൽ മീത്തോക്സി ഗ്രൂപ്പാണ്, ഒരു സൈഡിൽ വരുന്നത് പ്രൊപ്പോക്സി ഗ്രൂപ്പ്, പ്രൊപ്പൈൻ ആണ്. ഓക്കെ, അതുകൊണ്ട് അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതും കറക്റ്റ് ആയതിനെ കൊണ്ട്
മെറ്റാമേഴ്സ് എന്ന് പറയുന്നത് മീതോക്സി പ്രൊപ്പൈനും ഈതോക്സി ഈഥേൻ. ലൈക്ക് എയും സിയും ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ മോളിക്കുലർ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഇസ് C4H10. C4H10 ആണ്. വിച്ച് കൈൻഡ് ഓഫ് ഹൈഡ്രോകാർബൺ ആർ ദീസ്? ഡ്രോ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ബി obtained if one hydrogen atom is replaced by OH. നമുക്ക് ആദ്യം ഫസ്റ്റ് നോക്കാം. മോളിക്കുലർ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ C4H10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു ആൽക്കെയിൻ ആണ്. CnH2n+2 എന്നുള്ള ഫോർമാറ്റിലല്ലേ വന്നിരിക്കുന്നത്. അതൊരു ആൽക്കെയിൻ ആണ്. C4H4 × 2 + 2 that is C4H10. Yes. So which kind of hydrocarbon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കെയിൻ ആണ് കറക്റ്റ് ആൻസർ. Draw the structural formula of the compound B obtained if one hydrogen atom is replaced by OH. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OH ഫസ്റ്റ് പൊസിഷനിൽ തന്നെ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബ്യൂട്ടനോൾ. ബ്യൂട്ടനോൾ ഓർ But1-ol കിട്ടും. റൈറ്റ് ദ IUPAC name of B. But1-ol or butanol. Draw the structural formula of the compound C that belong to the same homologous series of B with 2 carbon atom. ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. ഇപ്പൊ 2 കാർബൺ ആറ്റം ഉള്ള ഒരു ഇത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? CH3CH2OH. That is ethanol. ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2CH2 ഗ്രൂപ്പ് മീൻസ് ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് മാത്രം വരുന്നത്. അപ്പൊ ഇവിടെ 2 കാർബൺ ആറ്റം ഉള്ള ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? 2 കാർബൺ ആറ്റം ഒരു OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരണം. അപ്പൊ എത്തനോൾ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The functional group of a compound having the molecular formula C3H6O2 is COOH. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്. So this compound belongs to which category? Carboxylic acid. കാരണം COH എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കാർബോക്സിലിക് ആസിഡ് ആണ്. Write the structural formula of this compound. ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 3 കാർബൺ ആറ്റം, അവിടെ COH. ഓക്കെ, 2 ഓക്സിജൻ വന്ന് C3 കറക്റ്റ് ആയില്ലേ? C3H6O2. അപ്പൊ ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്. പ്രൊപ്പനോയിക് ആസിഡ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ബി ഇങ്ങനെ വരും. IUPAC നെയിം എന്താ? പ്രൊപ്പനോയിക് ആസിഡ് ഓർ പ്രൊപ്പാൻ-1-ഓയിക് ആസിഡ് എന്നും പറയാം. പ്രൊപ്പാൻ-1-ഓയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും IUPAC അക്സെപ്റ്റഡ് നോമൻക്ലേച്ചറിൽ തന്നെയാണ്. Propanoic acid. Write the IUPAC name of the compound. Give the IUPAC name of the compound obtained when this compound reacts with ethanol in presence of concentrated H2SO4. എത്തനോളും കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിൽ നമ്മൾ ഒരു ആസിഡിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എസ്റ്റർ ആണ് കിട്ടുക. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. എസ്റ്ററിന്റെ പ്രിപ്പറേഷൻ, മോഡ് ഓഫ് പ്രിപ്പറേഷൻ റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. സോ പ്രൊപ്പനോയിക് ആസിഡ് എടുക്കാം. CH3CH2COOH. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? എത്തനോൾ. എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3CH2OH. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക? വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3CH2COO CH2CH3 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The structural formula of the compound A is given below. അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. Write the IUPAC name of the compound. B is a functional isomer of compound A. Okay, first ക്വസ്റ്റ്യൻ നോക്കാം. Write the IUPAC name of the compound. സ്ട്രക്ചർ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൽഡിഹൈഡ് ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്പർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡിന് ഏറ്റവും ലീസ്റ്റ് നമ്പർ കിട്ടണം. സോ 1 2 3 4 5 6.
അപ്പൊ എന്താ IUPAC നെയിം? ഹെക്സനാൽ. 6 കാർബൺ ആറ്റം അല്ലേ, ഹെക്സനാൽ. ഓക്കെ, ഇനി അടുത്ത് ബി ഈസ് എ ഫങ്ഷണൽ ഐസോമർ ഓഫ് കോമ്പൗണ്ട് എ. അപ്പം ആൽഡിഹൈഡ് ആണെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാ വരിക? കീറ്റോൺ ആണ് വരിക. അപ്പൊ കീറ്റോൺ എന്ന് പറയുമ്പോൾ എന്താ, ഇന്റേണൽ ആയിട്ട് അല്ലേ കാർബണൈൽ കോമ്പൗണ്ട് വരിക. അപ്പൊ ഇന്റേണൽ ആയിട്ട് വരുമ്പോൾ ഇവിടെ 2 ചാൻസ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ 3rd പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ 2nd പൊസിഷനിലും വരാം. എങ്കിൽ മാത്രമേ CHO ആയിട്ട് ഫങ്ഷണൽ ഐസോമർ ആവുള്ളൂ. നമുക്ക് ഹെക്സാൻ 2 ഓണും കൊടുക്കാം, ഹെക്സാൻ 3 ഓണും കൊടുക്കാം. ഓക്കെ, ഹെക്സാൻ 2 ഓൺ ആണെങ്കിൽ CH3 CO CH2 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 CH3. ഹെക്സാൻ 2 ഓൺ. ഈ 3rd പൊസിഷനിൽ വരികയാണെങ്കിൽ CH3 CH2 CO CH2 CH2 CH3. ഇതാണ് എന്ത്? ഹെക്സാൻ 3 ഓൺ. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ബി. അപ്പൊ അത് എഴുതി. C. If C is the metamer of the compound B, write the structure of C. മെറ്റാമർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഐദർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ മീൻസ് ഈ കോമ്പൗണ്ടിന്റെ ഐദർ സൈഡിൽ മാറ്റി കഴിഞ്ഞാൽ മതി. അപ്പൊ സിയില് ഒന്ന് CH3 CO ഒന്ന് ഈഥൈനാക്കുക, CH3 CH2 ഓക്കെ. അപ്പൊ ഇതാണ് മെറ്റാമേഴ്സ്. 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ഉണ്ട്. ഒന്ന് മീഥൈനും ബ്യൂട്ടൈനും ആണ് വരുന്നത്, ഒന്ന് ഈഥൈനും പ്രൊപ്പൈനും ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഓപ്ഷൻ സിന്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. IUPAC name of a compound is 2-methyl-hexane. 2-methyl-hexane ആണ് IUPAC name. Write the structural formula and molecular formula of the above compound. Okay. 2-methyl-hexane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 6 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5 6. അപ്പൊ പാരന്റ് ചെയിനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ബാക്കി കാർബൺ ബാലൻസ് ഫില്ല് ചെയ്യാം. CH2 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 CH3. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, മോളിക്കുലാർ ഫോർമുല. അപ്പൊ ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എത്ര വരിക? 7 കാർബൺ ആറ്റംസ് ഉണ്ട്. 3 3 H14 ആ വരിക, ആൽക്കെയിൻ അല്ലേ. H14 H16 ആണ് വരിക, ആൽക്കെയിൻ അല്ലേ. 2n+2 C7 H16 വരും. മോളിക്കുലാർ ഫോർമുല നിങ്ങൾ കാർബണും ഹൈഡ്രജനും കൗണ്ട് ചെയ്ത് എഴുതിയാലും മതി. C എന്താ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ചെയിൻ ഐസോമർ ഓഫ് ദിസ് മോളിക്യൂൾ വിത്ത് 4 കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റംസ് വേണം. ഇപ്പൊ ബ്യൂട്ടൈൻ ആണ് മെയിൻ ചെയിൻ വരേണ്ടത്. പിന്നെ ഒന്ന് നമുക്ക് ബാക്കിയെല്ലാം മീഥൈൽസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. 7 കാർബൺ ആറ്റല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റിൽ നമ്മളിപ്പോൾ ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ എടുക്കുമ്പോൾ സ്ട്രക്ചർ മാറും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കാണ്ട് 2ലും 3ലും കൊടുക്കുന്നത്. ഓക്കെ, ഈ വാലൻസി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ IUPAC നെയിം. ഇതിന്റെ IUPAC നെയിം എത്ര സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട്? 1 2 3. ഓക്കെ, അപ്പൊ എന്താ വരിക? 2 2 പിന്നെ ഇവിടെ 3. ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് ഇതിന്റെ IUPAC നെയിം. 2 2 3 ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക, നല്ലോണം സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ SSLC പബ്ലിക് എക്സാമിൽ A+ ഉറപ്പാണ്. സോ ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. അൺടിൽ ബൈ.